നിയമസഭാ ഇലക്ഷൻ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പേര് നിഷ. ഞാൻ പെരുമ്പാവൂരാണ് എന്റെ സ്വദേശം. ഈ പെരുമ്പാവൂർ UDF വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് സ്ഥാനാർത്ഥിയായി നിർത്താൻ പോകുന്നത് നമ്മുടെ നിലവിലുള്ള MLA എൽദോസ് കുന്നപ്പിള്ളി തന്നെയാണെന്ന് 99% ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഓരോ പെരുമ്പാവൂരുകാരനറിയാം അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലുള്ള UDFകാരോട് ഇതിനെല്ലാം തീരുമാനമെടുക്കുന്ന വ്യക്തികളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ 5 വർഷം കൂടി ഇനി പെരുമ്പാവൂർ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്? കോടികൾ ഇറക്കി ഫണ്ട് ഇറക്കി കളിക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തിയുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണോ നിങ്ങൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ മികവ് കണ്ടിട്ടോ? എന്ത് ഭരണ മികവാണ് ഈ പെരുമ്പാവൂരിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചത്? ദയവ് ചെയ്ത് അദ്ദേഹത്തിന് പെരുമ്പാവൂർ ഏൽപ്പിക്കരുത്. അദ്ദേഹത്തിന് സ്വന്തം നാടായ മൂവാറ്റുപുഴ കൊടുക്കും, മാറാടി. അദ്ദേഹത്തിന് അങ്ങോട്ട് പോട്ടെ. കാരണം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി 10 വർഷം കൊണ്ട് ഈ പെരുമ്പാവൂരിനെ അദ്ദേഹം നശിപ്പിച്ചു. ഇനി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാനൊന്നുമില്ല. ഒരു MLA എന്ന നിലയിൽ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം നോക്കി നിന്ന് കണ്ണടച്ച് ഈ നിമിഷം വരുന്ന ആ വ്യക്തിയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളും നാണക്കേടുകൊണ്ട് മാത്രം കുറച്ചൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പെരുമ്പാവൂരിൽ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുന്ന ലഹരിക്കും പെണ്ണിനും HIV രോഗത്തിനും എല്ലാം ഉത്തരവാദി ആ വ്യക്തി മാത്രമാണ്. അല്ല എന്ന് അദ്ദേഹത്തിനും പറയാൻ കഴിയില്ല, ഈ പെരുമ്പാവൂരിലുള്ള ഒരു വ്യക്തിക്കും പറയാൻ കഴിയില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളാണ് ഒരു MLA എങ്കിൽ നിങ്ങൾ ഇതുപോലെ കൈയും കെട്ടി നോക്കി നിൽക്കുമായിരുന്നു? ഈ പെരുമ്പാവൂർ ഇതുപോലെ ലഹരിക്ക് അടിമയാകാനും HIV രോഗികൾ പെരുകാനും ഈ ഭായിമാര് ഹിന്ദിക്കാർ ഈ നാട് മുഴുവൻ നിറഞ്ഞ് ഇതുപോലെ ക്രിമിനലുകൾ നിറയാനും നിങ്ങൾ സാഹചര്യം ഒരുക്കുമായിരുന്നു? ഗോഡൌണുകളിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന ലഹരി വസ്തുക്കൾ വരെ പിടിച്ചിട്ട് ഇത് എവിടെ പോകുന്നു? ഈ പിടിക്കുന്ന വ്യക്തികളെയെല്ലാം പോലീസ് സ്റ്റേഷനിൽ വരുന്നതല്ലാതെ ഈ വ്യക്തികൾ എവിടെ പോകുന്നു? അവിടെ വരുന്ന പ്രതികളെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രതികളെല്ലാം നിമിഷ നേരം കൊണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആരുടെ വാക്കിന്റെ പുറത്താണ്? ഇതാരാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്? ഈ ലഹരി മാഫിയയെ മുഴുവനായും സഹായിക്കുന്നത് ആരാണ്? നിങ്ങൾ ആലോചിക്കുക തന്നെ വേണം. ഒന്നുമല്ലായ്മയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് എൽദോസ് കുന്നപ്പിള്ളി. ഒന്നുമല്ലായ്മയിൽ നിന്ന് ഒരു പള്ളിയിലെ കപ്പ്യാരായിരിക്കുമ്പോഴല്ല അദ്ദേഹം ഈ പീഡന കേസുകളെല്ലാം ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു MLA ആയിരിക്കുമ്പോഴാണ്. ഇന്ന് 3 ബാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട്, റിസോർട്ടുകളുണ്ട്, കോടിക്കണക്കിന് സ്വത്തിന്റെ ആസ്തിയുണ്ട്. ഇതെല്ലാം അദ്ദേഹം MLA ആയതിനു ശേഷം മാത്രം ഉണ്ടായതാണ്. അപ്പൊ എന്തുകൊണ്ട് ഒരു MLAക്ക് ഇത്രയേറെ സമ്പാദ്യം ഉണ്ടാവുമോ? ഇത്രയേറെ ശമ്പളം ഉണ്ടാവുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. ഇതെല്ലാം ചിന്തിച്ചിട്ട് പറയും ഈ പെരുമ്പാവൂർ എങ്ങനെ ഇങ്ങനെ ഒരു നാടായി മാറിയെന്ന്, അല്ലെങ്കിൽ ആര് മാറ്റിയെന്ന്. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ? ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ എൽദോസ് കുന്നപ്പിള്ളിക്ക് കഴിയില്ല. അദ്ദേഹം പറയുന്നുണ്ട് നാഴികയ്ക്ക് 40 വട്ടം പെരുമ്പാവൂരിന്റെ വികസനമെന്ന്. എന്ത് വികസനമാണ് നടത്തിയത്? ഞാൻ പറഞ്ഞു തരാം. 100-ൽ താഴെയോളം HIV രോഗികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭായിമാര് ഹിന്ദിക്കാരൻ നിറഞ്ഞു തിങ്ങുന്ന പെരുമ്പാവൂരാക്കി മാറ്റിയിട്ടുണ്ട്. ഡ്രഗ്സിനും ലഹരിക്കും എല്ലാം അടിമകളാക്കിയിട്ടുണ്ട്, ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെ. ഈ പെരുമ്പാവൂർ ഒരു മാഫിയ സംഘമാക്കി മാറ്റിയിട്ടുണ്ട്. കൈക്കൂലി കൊടുത്ത് മറ്റുള്ള അധികാരികളെ കൂടി കയ്യിലെടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനും എക്സൈസ് വകുപ്പുകളെല്ലാം കണ്ണടച്ച് മൗനം പാലിക്കുന്നുണ്ട്. ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്കും ഉണ്ട് കുടുംബം, ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്ന്. കാരണം പ്രതികരിക്കാനും നിഷേധിക്കാനും പോലും അവർക്ക് കഴിയുന്നില്ല. അതിനെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകും. ആ അവസ്ഥയിലേക്ക് ഈ പെരുമ്പാവൂരിനെ മാറ്റിയത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു MLA ഉണ്ട് ഇവിടെ. അദ്ദേഹം അറിയുന്നുണ്ടോ ഇത്? എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് മാത്രം? നിങ്ങൾ ചിന്തിക്കുക, ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഈ എൽദോസ് കുന്നപ്പിള്ളിക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കൾ വീട്ടിൽ വഴിപിഴച്ചു പോയാൽ അതിന് ഉത്തരവാദി ആരാണ്? അപ്പനായ നിങ്ങളാണ്. ഈ മക്കൾ ലഹരിക്ക് അടിമയായാൽ അതിന് ഉത്തരവാദി ആരാണ്? അപ്പനായ നിങ്ങളാണ്. അതുപോലെ ഈ നിങ്ങൾ MLA ആയിരിക്കുന്ന ഈ പെരുമ്പാവൂരിന്റെ സ്ഥലത്തെ ഇത്രയും ലഹരിക്ക് അടിമയാക്കി HIV രോഗികളുടെ നാടാക്കി ഇതുപോലെ നാശമാക്കി നിങ്ങൾ മാറ്റിയപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ്? നിങ്ങൾ മാത്രമാണ്. അതിന്റെ പൊൻതൂവൽ നിങ്ങളുടെ തലയിൽ മാത്രം വെക്കേണ്ടതാണ്. നിങ്ങൾ ഈ പെരുമ്പാവൂരിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ തഴഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾ അധികാര കസേരയിൽ വന്നാൽ, UDF അധികാരം പിടിച്ചാൽ നിങ്ങൾ മന്ത്രിയാണ്. അത് മുന്നിൽ കണ്ട് നിങ്ങൾ കളിച്ച കളികളാണിതെല്ലാം. കോടികൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയതാണ് ഈ പെരുമ്പാവൂരിന്റെ നാശം. ഇല്ല എന്ന് ഹൃദയത്തിൽ തൊട്ട് എൽദോസ് കുന്നപ്പിള്ളിക്ക് പറയാൻ കഴിയുമോ? താങ്കളൊരു കാട്ടുകോഴിയാണ്. എത്ര പേർക്ക്? UDFിലുള്ള എല്ലാ ആളുകൾക്കും അതറിയാം. മറ്റുള്ള ആളുകൾക്ക് ആർക്കൊക്കെ അറിയാം?
12 മണി കഴിഞ്ഞ് വെറും ഒരു പരിചയമുള്ള ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് ഒരു പുരുഷന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് എൽദോസ് കുന്നപ്പള്ളി രാത്രി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച അതേ ട്യൂണിലോ അതേ രീതിയിലോ സംസാരിക്കാൻ ഞാൻ നിൽക്കാതിരുന്നതുകൊണ്ട് ആ സംസാരം അദ്ദേഹം നീണ്ടുപോയില്ല. എന്നാൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് വിളിച്ചതിന്റെ ഫലമാണ് ആത്മഹത്യക്ക് വരെ ശ്രമിച്ച് രാജഗിരി ഹോസ്പിറ്റലിൽ വരെ ആയി. അത് അദ്ദേഹം തന്നെ വണ്ടി പറഞ്ഞു വിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്ത് കേസുകൾ ഒത്തുതീർപ്പാക്കിയ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനുണ്ട്. അറിയുന്നതും അറിയാത്തതുമായ എത്രയോ പെണ്ണ് കേസുകൾ. ഈ പെണ്ണും പണവും അധികാരവും ഇത് മൂന്നും ലഹരിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ച്. അതിന്റെ സുഖം അറിഞ്ഞ ഒരുത്തനും ഇന്ന് വരെ പുറകോട്ട് പോയിട്ടില്ല, അവന്റെ നാശം കണ്ടാൽ പോലും. മിസ്റ്റർ എൽദോസ് കുന്നപ്പള്ളി, നിങ്ങളൊരു MLA ആണ് നിലവിൽ. 10 വർഷക്കാലമായി നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും നിങ്ങൾ കണ്ണടച്ചു. നിങ്ങൾ കോടികൾ സമ്പാദിക്കേണ്ട തത്രപ്പാടി അതെല്ലാം നിങ്ങൾ കണ്ണടക്കുകയായിരുന്നു. ഈ നാടിനെ നിങ്ങൾ ഇത്രത്തോളം നശിപ്പിച്ചു. ദയവ് ചെയ്ത് ഇനി 5 വർഷക്കാലം കൂടി ഈ പെരുമ്പാവൂർ നശിപ്പിക്കാനായിട്ട് വരരുത്. അധികാര കസേരകൾ കയറിയിരുന്നാൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് അതിരുകളില്ല. എന്റെ മകൻ അവൻ നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. കഞ്ചാവും മയക്കുമരുന്നും ഡ്രഗ്സും അടിച്ച് HIV ബാധിതനായി നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ജീവിക്കണോ വേണ്ടിയോ എന്ന് വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം. രാഷ്ട്രീയം മനസ്സിലേ പാടുള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ സ്വാർത്ഥരായി തന്നെ തീരുമാനമെടുക്കണം. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓരോ പെരുമ്പാവൂരുകാരനും ഉണർന്ന് പ്രവർത്തിക്കണം, ചിന്തിക്കണം. വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് ചെയ്യണമെന്ന്. UDFന് പണവും പദവിയും അധികാരവും പെണ്ണും ഇത് മാത്രമേ മുൻതൂക്കമുള്ളൂ എന്ന് ഓരോ ഇലക്ഷനും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര പേര് നല്ലവര് UDFനുണ്ടായിരുന്നാൽ പോലും അതൊന്നും UDFകാരുടെ കണ്ണിൽ കാണില്ല. പണമുണ്ടോ അവന് മാത്രമേ ഉള്ളൂ സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഈ അഴിമതി ഇത്രയേറെ അറിയുന്നതും. കാരണം നേരായ വഴിക്ക് ഒരിക്കലും പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിന് വളഞ്ഞ വഴി പ്രവർത്തിക്കുക തന്നെ വേണം. ഒന്നുമല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് എൽദോസ് കുന്നപ്പള്ളി. ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണുള്ളത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട് ഇത്രയേറെ നശിക്കാൻ നമ്മൾ ഓരോരുത്തരുമാണ് കാരണം പാർട്ടി ചിഹ്നം മാത്രം നോക്കി കുത്തുന്ന വ്യക്തികളാണ് ഈ നാടിന്റെ നാശത്തിന് കാരണം. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയും ഈ 5 വർഷക്കാലം അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മുടെ നാടിനെ ഓർത്ത്. ഇവരുടെ ഒന്നും സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയുന്നതില്ല. അതൊക്കെ രക്തത്തിലുള്ളതാ. അതൊക്കെ മാറും, അല്ലെങ്കിൽ ഇവരൊക്കെ നേരെയാകും, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം മാറാൻ ശ്രമിക്കുക. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പെണ്ണ് കേസുകൾ വരും, ഇതിൽ കൂടുതൽ ലഹരി കേസുകൾ വരും, ഇതിൽ കൂടുതൽ മാഫിയ സംഘങ്ങളെ വളർത്തും. ഇന്ന് പെരുമ്പാവൂർ മാത്രമുള്ളത് നാളെ സംസ്ഥാനം മുഴുവനുമാവും. എല്ലാം ഹിന്ദിക്കാരെ ഒന്നും പറയണ്ട, കാരണം ഇവിടെ വരുന്ന ഹിന്ദിക്കാരെക്കാൾ കൂടുതൽ മലയാളികൾ തന്നെയാണ്. ഇവിടെയുള്ള മലയാളികളും അധികാരികളും തന്നെയാണ് ഈ ലഹരി മാഫിയയെ ഈ പെരുമ്പാവൂർ ഇത്രത്തോളം വളർത്തിയത്. അതിന് മെയിൻ ചുക്കാൻ പിടിക്കുന്ന അധികാരികൾ കണ്ണടച്ച് ഞാൻ പെരുമ്പാവൂരിനെ പൂർണ്ണമായ വികസനത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് ഘോരഘോരമായി പ്രസംഗിക്കുമ്പോഴും ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദയവ് ചെയ്ത് എനിക്ക് പെരുമ്പാവൂരുകാരുടെ അപേക്ഷയുള്ളൂ. രാഷ്ട്രീയക്കാർ അവരുടെ തനി നിറം കാണിക്കും. അവർക്ക് പണമാണ് വലുത്, അവർക്ക് മറ്റൊന്നും വലുതല്ല. പണമുള്ളവര് മാത്രമേ അവർ മുൻതൂക്കം കൊടുക്കുള്ളൂ. ദയവ് ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് മാത്രം വോട്ട് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരു പാർട്ടിക്കാരനും കുത്തണ്ട, നോട്ടയ്ക്ക് കുത്തിക്കും. എന്നാലും സാരമില്ല. ഇവനെയൊന്നും ഈ അനുഭവിക്കാനോ ഇവനൊന്നും കാരണം നമ്മുടെ നാട് നശിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം. എന്റെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇതൊരു PR വർക്കാണെന്ന് പറയുന്ന അലവലാദികളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിനക്കൊന്നും ഇല്ലാത്തതൊന്നും എനിക്കുണ്ട്, നട്ടല്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, എന്റെ ദേഷ്യവും എന്റെ അമർഷവും എന്റെ സന്തോഷവും എന്ത് തന്നെയാണ് എന്റെ വികാരങ്ങൾ അതുപോലെ പറയാനുള്ള കഴിവും തന്റെ ഇടവും എനിക്കുണ്ട്. അത് എവിടെ വന്നിട്ടാണെങ്കിലും. നിനക്കൊക്കെ അതിൽ സംശയമുണ്ടെങ്കിൽ നേരിട്ട് വരിക, അല്ലാതെ ഇതിന്റെ താഴെ വന്ന അനാവശ്യങ്ങൾ വിളിച്ച് പറയാൻ നിൽക്കരുത്. പറഞ്ഞാലും എനിക്കത് പുല്ലാണ്. മനസ്സിലായോ? എന്റെ വ്യക്തിപരമായ എന്ത് കാര്യമാണെങ്കിലും അത് തന്റെ ഇടത്തോടെ ആർജവത്തോടെ പറയാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. നിനക്കതൊന്നും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതിനൊരു PR വർക്കാക്കി മാറ്റാതിരിക്കുക. എന്റെ വ്യക്തിത്വം ഞാൻ അതുപോലെ തന്നെ തുറന്നു കാണിക്കും. ഒരുത്തന്നെ പണം വാങ്ങിയിട്ട് കുരയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല. നിനക്കതൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരാവുന്നതാണ്, സംസാരിക്കാം. അല്ലാതെ
എന്റെ തന്റെ അടുത്തെയും എന്റെ കഴിവിനെയും ചോദ്യം ചെയ്യാൻ നീയൊന്നും വളർന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നത്, പെരുമ്പാവൂരുകാർ ഒന്നുകൂടി ആലോചിക്കുക, UDFകാർ ഒന്നുകൂടി ആലോചിക്കുക. ഇനി 5 വർഷക്കാലം കൂടി എൽദോസ് കുന്നപ്പിള്ളിക്ക് ഒരവസരം കൊടുത്താൽ പിന്നെ പെരുമ്പാവൂര് UDF ഒരു കാലത്തും കണി കാണേണ്ടി വരില്ല, സ്വപ്നത്തിൽ പോലും കാണേണ്ടി വരില്ല. അത് ആലോചിച്ചോളൂ. എല്ലാം ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഈ നാടിനെ നശിപ്പിക്കാതിരിക്കുക. വരും തലമുറയ്ക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ മകൻ ഉൾപ്പെടെയുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം, ലഹരി മുക്തമായി ജീവിക്കണം. HIV രോഗികൾ ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ലഹരി മാഫിയകൾ ഈ നാട്ടിൽ നിന്ന് തന്നെ ചോടോടെ ഇല്ലാതെയാവണം. അതിന് നല്ലൊരു വ്യക്തി തന്നെ അധികാരത്തിൽ വരിക തന്നെ വേണം. ഒരിക്കലും എൽദോസ് കുന്നപ്പിള്ളിയെ പോലൊരു വ്യക്തിയെ ഇനി 5 വർഷക്കാലം ഈ പെരുമ്പാവൂരിനായി കൊടുത്താൽ അത് ഈ നാടിന്റെ തന്നെ ദ്രോഹമായിരിക്കും. UDFകാരെ, നിങ്ങൾ ആലോചിക്കുക, ഒന്നുകൂടി ആലോചിക്കുക. ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും. അതുപോലെ ഓരോ വ്യക്തികളും ആലോചിക്കുക. പെരുമ്പാവൂര് ആരുടെ കയ്യിലായിരിക്കും ഭദ്രമെന്ന്, പെരുമ്പാവൂർ നശിപ്പിക്കണമെന്ന്. അധികാര കസേരകളിൽ വർഷങ്ങൾ ഒരു വ്യക്തി ഇരുന്നാൽ ആ നാട് നശിച്ചു. കാരണം അഴിമതി ചെയ്യാൻ ഇതിൽ പരാവസരം എന്താണ് നമ്മൾ അയാൾക്ക് നൽകുന്നത്? ഒരാളും അഴിമതി ചെയ്യണം എന്ന് കരുതിയിട്ടോ തെറ്റുകാരനായിട്ടോ വരുന്നതല്ല. ഈ സമൂഹം തന്നെയാണ് അയാളെ ഒരു അഴിമതിക്കാരനാക്കുന്നത്. കാരണം 10 വർഷക്കാലം അദ്ദേഹം MLA ആയി. അതിന്റെ സുഖമെല്ലാം അദ്ദേഹം അനുഭവിച്ചു. സ്ത്രീയായിട്ടും പണമായിട്ടും ലഹരിയായിട്ടും അധികാരമായിട്ടും എല്ലാം അനുഭവിച്ചു. ഇനി 5 വർഷക്കാലം കൂടി അദ്ദേഹം മന്ത്രിയാണ്. ആ ലഹരി കൂടി അദ്ദേഹത്തിന് അനുഭവിക്കാനുള്ളൊരു യോഗം ഈ സമൂഹം ഒരുക്കി കൊടുത്താൽ ഈ പെരുമ്പാവൂരും അനുഭവിക്കും, സംസ്ഥാനവും അനുഭവിക്കും. അത് വേണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല. മിസ്റ്റർ എൽദോസ് കുന്നപ്പിള്ളി, നിങ്ങളോട് വ്യക്തിപരമായി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒരു വൈരാഗ്യവുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. പണം സമ്പാദിക്കാനുള്ള തത്രപ്പാടി നിങ്ങൾ ഈ നാടിനെ നശിപ്പിച്ചു, ഈ സമൂഹത്തെ നശിപ്പിച്ചു. വരും തലമുറയുടെ ഭാവി തന്നെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങളൊരു വലിയ തെറ്റാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. പണത്തിനേക്കാളും പ്രാധാന്യം ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. ജീവിക്കാൻ പണം വേണം, നിങ്ങളുടെ അധികാര കസേരകൾക്ക് പണം വേണം, പല കേസുകൾ ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് പണം വേണം. പക്ഷേ നല്ലൊരു മനുഷ്യനാവാൻ അത് മനസ്സിൽ നല്ല ഹൃദയമുള്ളൊരു മനസ്സ് തന്നെ വേണം, അത് നന്മ തന്നെ വേണം. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.